ബംഗാളിൽ സുവേന്ദു അധികാരി ബിജെപിയുടെ ആദ്യ മുഖ്യമന്ത്രി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, അങ്ങനെ ബംഗാളിൽ ആദ്യമായി ബിജെപി മുഖ്യമന്ത്രി വരികയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഇപ്പോൾ സുവേന്ദു അധികാരിയെ പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 294 നിയമസഭാ സീറ്റിൽ 207 സീറ്റ് നേടി ഒരു വലിയ രീതിയിലുള്ള വിജയം നേടുന്നതിൽ ഈ സുവേന്ദു അധികാരിയുടെ പങ്ക് നിർണായകമായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു വടക്കൻ കൊൽക്കത്ത അടക്കമുള്ള മേഖലയിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ വിജയിക്കാൻ സാധിച്ചത് സുവേന്ദു അധികാരി രാഷ്ട്രീയ അല്ലെങ്കിൽ കളത്തിലിറങ്ങി വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയതിന് പിന്നാലെയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ടിക്കറ്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് സുവേന്ദു അധികാരിയെ എത്തിച്ചത് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ തവണ മമതാ സർക്കാരിൻ്റെ കാലത്ത് BJPയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു ഈ സുവേന്ദു അധികാരി. ഈ ഒരു കാലത്ത് മമതയുടെ വലങ്കയായിരുന്നു സുവേന്ദു അധികാരി. അതുപോലെ തന്നെ മമത സർക്കാരിൽ മന്ത്രി കൂടിയായിട്ടുള്ള സുവേന്ദു അധികാരി പിന്നീട് BJPയിലേക്ക് എത്തുന്നു. BJPയുടെ പ്രതിപക്ഷ നേതാവാകുന്നു. പിന്നീട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വിജയിക്കാൻ അല്ലെങ്കിൽ പാർട്ടിയെ വലിയ രീതിയിലുള്ള മുന്നോട്ട് നയിക്കാൻ സുവേന്ദു അധികാരിക്ക് ആയി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടിയെ അല്ലെങ്കിൽ അധികാരത്തിലെത്തിച്ച സുവേന്ദു അധികാരിയിലേക്ക് ഈ മുഖ്യമന്ത്രി പദം എത്തുന്നത്. ഇനി ഈ ഗവർണറായിട്ടുള്ള RN രവിയെ നിലവിൽ സമീപിക്കും അല്ലെങ്കിൽ കാണും. അതിനുശേഷമായിരിക്കും മന്ത്രിസഭ രൂപീകരണത്തിന് അനുമതി തേടുക. അതിന് പിന്നാലെയായിരിക്കും ഇനി വകുപ്പിൽ ഏതെല്ലാം മന്ത്രിമാർ വേണം എന്ന കാര്യത്തിലേക്ക് ഒരു നിർണായക തീരുമാനം ഉണ്ടാവുക. അതേസമയം തന്നെ ഇത്തവണ BJP അധികാരത്തിലെത്തിയതിന് പിന്നാലെ 2 ഉപമുഖ്യമന്ത്രിമാർ കൂടി ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിൽ പ്രധാനമായും BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള അഗ്നിമിത്ര പോൾ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയും നിലവിൽ ഇപ്പോൾ കാണുന്നു. നമുക്കറിയാം, ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഈ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എല്ലാമായിരുന്നു BJPയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയുധമായത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നാരീശക്തിക്ക് തങ്ങൾ വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകുന്നു എന്ന് തെളിയിക്കാൻ ഇപ്പോൾ ബംഗാളിൽ 2 ഉപമുഖ്യമന്ത്രിമാരെ കൂടി തെരഞ്ഞെടുക്കുമെന്നൊരു വിവരം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. അതിൽ തന്നെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി അഗ്നിമിത്ര പോളിനെ തെരഞ്ഞെടുക്കുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ മറ്റൊരു ഉപമുഖ്യമന്ത്രിയായിട്ട് വടക്കൻ ബംഗാളിൽ നിന്നുള്ള വിജയത്തിൽ അല്ലെങ്കിൽ വടക്കൻ ബംഗാളിലെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള സിലിഗുരി MLA ആയിട്ടുള്ള ശങ്കർ ഘോഷിനെ 2ാമത്തെ ഉപമുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കും എന്ന് കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ ബംഗാളിൽ ഉപമുഖ്യമന്ത്രി ഉണ്ടാകുന്നത് എന്നതാണ്. ജ്യോതി ബാസു മന്ത്രിസഭയിലെയാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യ ആയിരുന്നു ഈ പദവി അവസാനമായി വഹിച്ച ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഈ തവണ ഈ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്നതാണ് നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ട്. അത് തന്നെ ഒരു ഉപമുഖ്യമന്ത്രി അത് വനിത ആയിരിക്കും എന്നതും നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. നാളെയാണ് കൊൽക്കത്തയിലെ പ്രധാനപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ ബ്രിഗേഡ് ഗ്രൗണ്ടിലാണ് ഈ BJPയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ഇന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരും ഈ ചടങ്ങിൽ എത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും പാർട്ടിയുടെ മികച്ച പ്രകടനവും ഈ തെക്കൻ ബംഗാൾ അടക്കമുള്ള ഏരിയകളിൽ ഈ വലിയ ഇതിലുള്ള വോട്ട് നേടാൻ അല്ലെങ്കിൽ സീറ്റ് നേടാൻ സാധിച്ചതിന് പിന്നാലെയാണ് BJPയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ മമതയെ 2 തവണ തോൽപ്പിച്ച, ആദ്യം നന്ദിഗ്രാമത്തിലും പിന്നീട് ഈ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടാൻ സാധിച്ച സുവേന്ദു അധികാരിയിലേക്ക് ഈ മുഖ്യമന്ത്രി പദം എത്തിയതെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ഒരു കാലത്ത് മമതയുടെ വലങ്കയായിരുന്ന തൃണമൂൽ കോൺഗ്രസ് MLA ആയിരുന്ന പിന്നീട് മന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരിയാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ BJPയുടെ ആദ്യ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് എന്നതും ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്ന പ്രധാനപ്പെട്ട ഒരു വിസ്മയമായി കണക്കാക്കാം. ദീപ്തി.
ശരി, എന്തായാലും ബംഗാളിൽ സുവേന്ദു അധികാരി BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയാവുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ നടന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.